ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ പുറത്ത് പോയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് മിനിയൂട്ടിയിലുള്ള ചെരുപ്പടിമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. അപ്പം നമ്മളിവിടെ വണ്ടി സൈഡാക്കി ഈ ഒരു സ്ഥലം നല്ലൊരു വ്യൂ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കുക കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ വണ്ടി സൈഡാക്കിയതായിരുന്നു. നല്ല ഈവനിങ്ങാണ് പോയത്, അതുകൊണ്ട് തന്നെ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക വൈബുള്ള സ്ഥലം തന്നെയാണ്, നല്ല മൈൻഡ് റിലാക്സേഷനാണ്, നല്ലൊരു പ്രൈവസി ഉള്ള സ്ഥലം തന്നെയാണ്. അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ തന്നെ നല്ലോണം ഇരുട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മിസ്റ്റി ഹിൽസ് എന്ന് പറഞ്ഞ റിസോർട്ട് ഉണ്ട് അവിടെ നമ്മൾ വന്നിട്ട് അവിടെ സ്റ്റേ അടിക്കാൻ കരുതി. അവിടെയുള്ള ഒരു റിസോർട്ടിൻ്റെ മുൻഭാഗമൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് അതിൻ്റെ ഉൾഭാഗമാണ്. ഇവിടെ നിന്നാണ് നമ്മളുടെ റൂമിലോട്ട് പോയത്. നമ്മളുടെ റൂം ഇതായിരുന്നു. അങ്ങനെ നമ്മൾ റൂം എടുത്തു. അതിന് ശേഷം നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തുനിന്ന് കുറച്ച് നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങാൻ കരുതിയിട്ട് ഞങ്ങൾ പോകുന്നത് ഈ ഒരു വ്യൂ ഉള്ള സ്ഥലത്തേക്കാണ്. നല്ല ഹൈറ്റിലാട്ടോ ഈ റിസോർട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നാട് മുഴുവൻ കാണാമെന്ന് പറഞ്ഞ പോലെയാണ്. നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കാറ്റുള്ളതുകൊണ്ട് നൈറ്റ് ഞങ്ങൾക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടാണ്. അതുപോലെ ഈ കാണിക്കുന്നത് കരിപ്പൂര് വിമാനത്താവളം ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. അത്ര ക്ലിയർ ഇല്ലെങ്കിലും നമുക്കതവിടെ കാണാൻ പറ്റും. അവിടേക്ക് പോണ വിമാനങ്ങളും അതൊക്കെ നമുക്ക് നൈറ്റായാലും പകലായാലും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ ഞങ്ങൾ ഒരുപാട് നേരം നോക്കി നിന്ന്. ആ പ്ലെയിൻ അങ്ങനെ പോയിട്ട് അവിടെ ഒരു മല ഉണ്ട്, അതിൻ്റെ താഴേക്കൂടെയുള്ള ആ റോട്ടിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് പോവലെന്നൊക്കെ പറഞ്ഞു കേട്ടു. അങ്ങനെ പിന്നെ നമുക്ക് വിശന്നപ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. ഇവർക്ക് റിസോർട്ടിലുള്ള ആൾക്കാരോട് ഓർഡർ ചെയ്തിട്ട് വരുത്തിയതായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ട് സാധനം എത്തിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഈ ഒരു കൊട്ടയിലാണ് അവർ കൊണ്ടുവന്ന് വെച്ചിരുന്നത്. അപ്പോൾ ഞാനത് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് റൊട്ടി, അതുപോലെ തന്നെ ചിക്കൻ നൂഡിൽസ്, അതിലേക്കുള്ള കറികളും ഐറ്റംസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്ന ടൈമാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ രാത്രി പകലെന്നൊന്നുമില്ല, ഞാൻ എപ്പോൾ നോക്കിയാലും അങ്ങനത്തെ ഓരോന്നായിട്ട് ഓർഡർ ചെയ്യുക. എന്നാൽ ഫുള്ള് കഴിക്കുമോ, അതില്ലേനും എനിക്ക് കുറച്ച് കഴിച്ചാൽ തന്നെ എൻ്റെ വയറ് നിറയും. എന്നാലും നോക്കിയില്ല, ഒരു റൊട്ടി കഴിക്കാമെന്ന് വെച്ചിട്ട് ഫസ്റ്റ് റൊട്ടി എടുത്ത്, പക്ഷേ അതെനിക്ക് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അതെനിക്കിഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം തന്നെ കഴിക്കാൻ തുടങ്ങി. എന്നത്തെയും പോലെ തന്നെ കേട്ടോ, നമ്മൾ കുറച്ചേ കഴിച്ചുള്ളൂ. ബാക്കി അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു, അതിന് കൊടുത്തു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷോ ഓഫാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് നല്ലോണം വിശന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ അവൈലബിളാണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കുക. അപ്പം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ കണ്ടതുകൊണ്ട് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് പഴയ പോലെ നമ്മൾ നൈറ്റല്ലേ അവിടെ കണ്ടിട്ടുള്ളൂ റിസോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് അവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഒരു രക്ഷയില്ല, എന്തോ സ്വർഗം എന്നൊക്കെ പറയൂലേ, അങ്ങനെയൊക്കെ ചെന്നൊരു ഫീല്. നല്ല ഭംഗിയുണ്ട്, കാറ്റുകൊണ്ടും തണുപ്പുകൊണ്ടും ഒരു പ്രത്യേക ഫീലും തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകണത് എങ്ങോട്ടാന്ന് വെച്ചാൽ അവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ട്, വേണേൽ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ്. അപ്പോൾ സ്വിമ്മിങ് പൂള് പൊതുവെ ഇഷ്ടമുള്ള കാര്യം, പക്ഷേ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കാത്തത് കാരണം തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. എന്നാലും അവിടെ ചെന്നൊന്ന് കാണാൻ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണിക്കണേ. ഇവിടെ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും കയറിയിട്ട് സ്വിമ്മിങ് ചെയ്യുക, അതുപോലെ തന്നെ സംസാരിച്ചിരിക്കുക, എല്ലാറ്റിനും പറ്റിയ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് നല്ലോണം മിസ്സായ മാതിരി തന്നെ തോന്നിയത്. കാരണം നല്ല അടിപൊളി വ്യൂവിൽ നിന്നിട്ട് തന്നെ നമുക്ക് സ്വിമ്മിങ് ചെയ്യാമായിരുന്നു. ഞാൻ എന്തായാലും തൽക്കാലം എൻ്റെ ഒരു ആശ്വാസത്തിന് കുറച്ച് നേരം അതിൽ കാലൊക്കെ ഇട്ടിരുന്ന് ഞാൻ സമാധാനിച്ചിട്ടോ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. ഇതാണ് നമ്മൾ നിന്ന റിസോർട്ടിൻ്റെ മുൻവശട്ടോ. ഇവിടെ സ്റ്റേ പല ടൈപ്പിലുള്ള സ്ഥലങ്ങളിലുണ്ട്. നമ്മളിവിടെ മാത്രമേ നിന്നിട്ടുള്ളൂ. അതിനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഉച്ചക്ക് 12:30 തന്നെ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് അവർ പറഞ്ഞിരുന്നു. അതുവരെയാണ് അവിടുത്തെ ടൈം. റിസോർട്ട് എടുക്കാനല്ലാണ്ടെയും ഈ ഭാഗത്തേക്ക് വരാം കേട്ടോ. നമുക്ക് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരികയാണെങ്കിൽ കിഡ്സ് പാർക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അല്ലാണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിന് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എനിക്ക് എന്തോ മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമായി. ഇവിടുത്തെ കാറ്റും തണുപ്പും ആംബിയൻസൊക്കെയാണ് തോന്നുന്നത് ഭയങ്കര ഇഷ്ടമായത്.
പിന്നെ നമ്മളിവിടെ ഇരുന്നത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്നതാണ്. പക്ഷേ ഇത് വീഡിയോ ആയിരുന്നു. പക്ഷേ ഇതിന് ലാസ്റ്റ് നമ്മൾ ഫോട്ടോസ് കൊടുക്കാട്ടോ എടുത്ത നല്ല ഭംഗിയായിരുന്നു. നല്ല അടിപൊളി ഫോട്ടോസ് തന്നെ എനിക്ക് കിട്ടി. കുറേ എടുത്തിട്ട് നമുക്ക് 2-3 നമ്മൾ വെക്കുള്ളൂ കേട്ടോ. അങ്ങനെ വെച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ്. തിരിച്ചു പോകുന്ന ഉച്ചക്ക് നല്ലോണം വിശന്നപ്പോൾ നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് നല്ല അടിപൊളി ബിരിയാണി കഴിച്ച് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇഷ്ടമായിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.